എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. 1 പത്രോസ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ്സും കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഞങ്ങളുടെ കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ ദാസനായ പത്രോസിനെ കൊണ്ട് എഴുതിപ്പിച്ച് അനേക ദൈവദാസന്മാരുടെ കൈകളിലൂടെ ഇത് തർജ്ജമ ചെയ്യപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് വില കൊടുത്ത് ഈ പുസ്തകം ഇന്ന് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നതിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ എല്ലാം പുതുക്കി പണിതുകൊണ്ടിരിക്കുമ്പോൾ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്പം പോലും തിരുത്തലോ പുതുക്കലോ ആവശ്യമില്ലാത്ത തിരുവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിനയത്തോടെ അടുത്തു വരുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഇങ്ങനെ ഒരു ക്ലാസ് എറണാകുളം പട്ടണത്തിൽ നടത്തുവാൻ ദൈവം വഴിയൊരുക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക നാളുകളായി കേരളത്തിലുടനീളം സഞ്ചരിച്ച് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ലോക്കൽ സഭയോ അല്ലെങ്കിൽ ഒന്നിലധികം സഭകളോ ചേർന്ന് നടത്തുന്ന അവരുടെ യോഗങ്ങളിൽ പോയി പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെയുള്ള യോഗങ്ങളെല്ലാം നല്ലതായിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രൈവസി ഉണ്ട്. ഞങ്ങളുടെ യോഗം, നിങ്ങളുടെ യോഗം എന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട്. ഞാൻ വിദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സഭക്കാർ വെച്ച യോഗത്തിൽ ആ സഭക്കാരെ വരുള്ളൂ, മറ്റേ സഭക്കാർ വരികയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരാഴ്ച കൂടെ അവിടെ നിൽക്കണം. അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവരവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊരു രോഗം നമ്മുടെ ഇടയിൽ ശക്തമാണ്. അപ്പോൾ അതിൽ നിന്നൊരല്പ വ്യത്യാസമായിട്ട് എറണാകുളം ജില്ലയിൽ ആണ് ഞാൻ താമസിക്കുന്നതും ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇവിടെയെല്ലാം വിളിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഓരോ യോഗം കൊടുക്കൽ അങ്ങ് നിർത്തുകയാണ്. ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എറണാകുളം പട്ടണത്തിൽ ഈ ഒരു യോഗമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് കൂടുതൽ ഫോൺ വിളിക്കേണ്ട എന്നും കൂടിയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോരുത്തർക്കും വേണ്ടി ഓരോ വീട്ടിലും ഓരോ സഭയിലും ഓരോ യോഗം വെക്കാനുള്ള സമയം നമുക്കിനിയില്ല. അതുകൊണ്ട് ഈ പട്ടണത്തോട് പറയാനുള്ള സന്ദേശം ഈ ക്ലാസ്സിലും ഈ CD-യിലും ഉണ്ടായിരിക്കും. വളരെ കുറച്ച് യോഗങ്ങൾക്ക് മാത്രമേ അല്ലാതെ കൊടുക്കാൻ സമയം ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ക്രമീകരണം ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് പട്ടണങ്ങളിലും ഈ യോഗം, ഈ ക്ലാസ്സോ മറ്റേതെങ്കിലും ക്ലാസ്സോ ക്രമീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതും ദൈവത്താൽ അത് വഴികൾ തുറന്ന് വരുമ്പോൾ അത് ആരംഭിക്കും. ചില ടൗണുകളിൽ നിന്നൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നുമൊക്കെ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്.
അപ്പോൾ യാത്രകൾ കുറയ്ക്കാൻ പറ്റും, ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കുടുംബക്കാരുടെ യോഗമായി തീരാതെ ദൈവത്തിൻ്റെ വചനം സ്വാതന്ത്ര്യത്തോടെ ജനത്തിന് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇനിയുമുള്ള സമയം ഉപയോഗിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആത്മീക വളർച്ച എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടല്ല എന്നും എന്തുകൊണ്ടാണെന്നും നിങ്ങൾ അറിയണം. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു മതിപ്പുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളോടൊരു ബഹുമാനമുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിഹേവിയറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നിങ്ങളുടെ ഈ മനോഭാവം പ്രതിഫലിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് ഇറിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടും ഇറിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളിൽ തന്നെ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും അതൃപ്തി പ്രതിഫലിപ്പിക്കും. നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവരാകും. നിങ്ങൾ ഹാപ്പി അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുവാൻ, നിങ്ങളെ തന്നെ റീചാർജ് ചെയ്യുവാൻ, നിങ്ങളെ തന്നെ കാണുവാൻ, നിങ്ങളോട് നിങ്ങൾക്ക് മതിപ്പുണ്ടാകുവാൻ, നിങ്ങളോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടാകുവാൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുവാൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുവാൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾ ആവേശഭരിതരാകുവാൻ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് അതിഭയങ്കരമായ ബഹുമാനമുണ്ടാകുവാൻ പത്രോസ് പറയുകയാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. കാരണം ദൈവം തമ്പുരാൻ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി നടത്തിയെങ്കിൽ നിങ്ങൾ ആരാ? പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ കുഴപ്പമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസ് ബുദ്ധി വളരാനായിട്ടുള്ളൊരു ക്ലാസ് അല്ല, ഒരു പ്രസംഗം പഠിക്കാനുള്ളതും അല്ല. സ്പിരിച്വൽ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിൽ വളരുന്ന ഒരു ക്ലാസ് ആയിട്ട് ഇത് തീർന്നേ പറ്റൂ. അപ്പോൾ ക്ലാസ്സോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ക്ലാസ് മാറിയേ തീരും. അത് ചില കെട്ടുകളെ പൊട്ടിക്കുകയും അത് ചില സൗഖ്യങ്ങളെ കൊണ്ടുവരികയും അത് ചില കണ്ണു തുറക്കലായി മാറുകയും ചെയ്തെങ്കിലേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. നിശ്ചയമായിട്ടും അത് സംഭവിക്കും, നിശ്ചയമായിട്ടും അത് സംഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോടൊരു മതിപ്പുണ്ടാകണം. നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന 100 കാര്യങ്ങൾ നമ്മുടെ വീട്ടിനകത്തിരിപ്പുണ്ട്. എന്നാൽ അതിനെ മുഴുവനും ഡിലീറ്റ് ചെയ്യും ഈ വചനം അതിൻ്റെ ഉള്ള നിലയിൽ അകത്തോട്ട് കയറിയാൽ. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ പുറകോട്ട് വലിക്കാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളിൽ തന്നെ ഒതുക്കിക്കളയുന്ന ദുഷ്ടവ്യാപാരങ്ങൾ നിങ്ങളുടെ സഭയിലും നിങ്ങളുടെ വീട്ടിലും ഇരിപ്പുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് ഒരു തീ കത്തിക്കുകയാണ്. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ സാധനം രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ സാധനം എടുത്തു വെച്ചു പറയുക ഇതിനേക്കാൾ വില കൂടിയ സാധനം കൊടുത്താ നിങ്ങളെ മേടിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഇതിന്റെ പുറകെ പോണോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ സാധനത്തെക്കാൾ വില കൂടിയത് കൊടുത്ത് നിങ്ങളെ മേടിച്ചപ്പോൾ നിങ്ങൾ പിന്നെ ഇതിന്റെ പുറകെ പോവോ? താങ്ക് യു ജീസസ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയതെന്ന് പറഞ്ഞ് ഇവിടുത്തെ ആളുകൾ ഓടുന്നത് സ്വർണത്തിന്റെ പുറകെയാണ്. അതിനേക്കാൾ വില കൂടിയത് കൊടുത്ത് നിങ്ങളെ മേടിച്ചപ്പോൾ നിങ്ങൾ പിന്നെ ഇതിന്റെ പുറകെ പോകാവോ? ലോകം വിലമതിക്കുന്നതിനെ വിലമതിക്കാത്തവരാ ദൈവമക്കള്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ലോകം വിലമതിക്കുന്നതിനെ ചവറെണ്ണാനുള്ള ഗട്സ് ഉള്ളവനാ വിശ്വാസി. ജീസസ്. പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോ പറയുക, എനിക്ക് ലാഭമായിരുന്നതല്ല ഞാൻ ചവറെണ്ണുന്നു, ഛേദമെന്നെണ്ണുന്നു. എന്താ ഈ പറയുന്നത്? ആരാണ് ലോകത്തെ ജയിക്കുന്നതെന്ന് അറിയാമോ? ഈ സത്യം അറിഞ്ഞവൻ ലോകത്തെ ജയിച്ചു. കാരണം ലോകം മുഴുവൻ ഓടുന്നത് മണി 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 മണി, പൊസിഷൻ 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 പൊസിഷൻ. ഇത് എനിക്ക് ചവറാണെന്ന് നീ പറഞ്ഞാൽ നിന്നെ പിന്നെ തോപ്പിക്കാൻ ലോകത്തിൽ ആർക്ക് കഴിയും? ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ലോകത്തിന് വിലയേറിയത് എനിക്ക് വേണ്ടെന്നേ, എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ, എനിക്ക് അതിനേക്കാൾ വലുതുണ്ട്. ഇതാണ് ക്രിസ്തീയ മാർഗത്തിന്റെ പവർ. ഈ ലോകത്തിലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പുറകെ നടക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് വെല്ലുവിളിച്ച് പറയാൻ ധൈര്യമുള്ളവനാ വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്ലാവിന്റെ ഇലയുടെ കമ്പിങ്ങനെ പിടിച്ചാൽ ആട് പുറകെ പൊക്കോളും, ആട് പുറകെ പൊക്കോളും. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നറിയോ? കശാപ്പുശാലയിലോട്ട്. ഇതിന് എന്നെ കിട്ടുകയില്ല, ഇല്ല, ഞാൻ ഇതിനപ്പുറം കണ്ടവനാ. ഈ ലോകത്തിന്റെ പ്ലാവലയുടെ പുറകെ പോകുവാൻ ഒരു വിശ്വാസിയെ കിട്ടത്തില്ല. അവൻ അതിനപ്പുറം കണ്ടവനാണ്. കണ്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ കാണണം. ദൈവം ഇന്ന് രാത്രി ഈ പകലിൽ നിന്റെ കണ്ണ് തുറക്കുക, കണ്ണ് തുറന്നുകൊണ്ടിരിക്കുക, കണ്ണ് തുറന്നുകൊണ്ടിരിക്കുക. ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീണെന്ന് പറയുന്നത് റിയലി ഇന്ന് പകലിൽ YMCA പാലാരിവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുക. തപ്പി നോക്കിയാൽ കാണാം. ഇന്ന് പകലിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ഈ ആരംഭത്തിൽ തന്നെ വെളിപ്പെടട്ടെ. അല്പനേരം ദൈവത്തെ ആരാധിച്ച് അതൊന്ന് അനുഭവിക്കുക, അതൊന്ന് അനുഭവിക്കുക. ആമേൻ, ആമേൻ. നിന്റെ വില നീ അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് വലിയ നഷ്ടം സംഭവിക്കും. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുകൊണ്ടല്ല, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി കൊണ്ടല്ല. ഉലകത്തിലെ മാർക്കറ്റിൽ കിട്ടാത്തൊരു സാധനം കൊണ്ടാണ്. അത് യേശുവിൻ്റെ രക്തമാണ്. അത് കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവം എന്നാ പൊട്ടനാണോ? ഇത്രയും വില നിനക്ക് വേണ്ടി മുടക്കിയെങ്കിൽ നീ വിലയുള്ളവനാണെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടല്ലേ? ദൈവത്തിന് നിന്നെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പ്രോജക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ? ദൈവത്തിന് നിന്നെക്കുറിച്ച് നിത്യമായൊരു പദ്ധതി ഉള്ളത് കൊണ്ടല്ലേ? നിന്നെ ഇവിടുത്തെ ശവക്കുഴി കൊണ്ട് അവസാനിപ്പിക്കാനല്ല, നിത്യത മുഴുവനും നിന്നോടൊത്ത് പ്രമോദിക്കാൻ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിത്യമായൊരു പദ്ധതി ഉള്ളത് കൊണ്ടല്ലേ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നിനക്ക് വേണ്ടി മുടക്കിയത്. ജീസസ്, നിന്റെ വീട്ടുപേരൊക്കെ അങ്ങ് മറക്ക. നീ സ്വർഗീയ ഭവനക്കാരനാ, സ്പിരിച്വൽ ഹൗസ്.
നിന്റെ വീട് കണ്ടിട്ടുമല്ല, വീട്ടുകാരെ കണ്ടിട്ടുമല്ല നിന്നെ വിളിച്ചത്. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിക്കകത്ത് നിന്നെ ഉൾപ്പെടുത്തിയതിനായിട്ട് ഇന്ന് പകലിൽ കോടി സ്തോത്രം അർപ്പിക്കണം. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിക്കകത്ത് നിന്നെ ഉൾപ്പെടുത്തിയതിനാൽ ഇന്ന് പകല് മുഴുവൻ ദൈവത്തെ സ്തുതിച്ചോണം. ഈ വചനം പറയുന്നത് ബുദ്ധി വളരാനല്ല, അകത്ത് വളരാനാ. താങ്ക് യു ജീസസ്. വാക്യം 18 നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടല്ല എന്നറിയണം. എന്തുകൊണ്ടല്ലെന്നറിയണം, എന്തുകൊണ്ടാണെന്നറിയണം. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ വീണ്ടും എന്ന വാക്കിൽ നിന്നാണ് വീണ്ടെടുപ്പിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാൻസ് എന്നാ. ദൈവം മനുഷ്യനൊരു രണ്ടാം ചാൻസ് കൊടുത്തു. അതാ വീണ്ടെടുപ്പ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. ദൈവം ഒരു രണ്ടാം ചാൻസ് തന്നില്ലേ നമ്മളാരും ഇവിടെ കാണത്തില്ല. ഇതിനകത്ത് വന്ന ശേഷം എത്ര പ്രാവശ്യം രണ്ടാമത് അവസരം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം ദൈവം സെക്കൻഡ് ചാൻസ് തന്നതുകൊണ്ടാണ് ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ജീസസ്. വീണ്ടെടുപ്പെന്ന വാക്ക് തന്നെ അതാ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അങ്ങനെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നീ ഇത്ര വലിയ പുള്ളിയാണോ? പ്രൈസ് ഗോഡ്. ഏലിയാവ് ശുശ്രൂഷ വേണ്ടെന്നും പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ തമ്പുരാൻ പറയും, നിന്നെ തന്നെ വേണം, നിന്നെ തന്നെ എനിക്ക് വേണം, വേറെ ആളില്ലാഞ്ഞിട്ടല്ല. എന്റെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ പാടില്ല. എന്റെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ പാടില്ല. ഞാൻ ഒരുത്തന്റെ മേൽ എന്റെ പുതപ്പിട്ടെങ്കിൽ, ഞാൻ ഒരുത്തന്റെ മേൽ എന്റെ കണ്ണുവെച്ചെങ്കിൽ, ഞാൻ ഒരുത്തനെ പേർചൊല്ലി വിളിച്ചെങ്കിൽ അവനെ കൊണ്ട് ഈ ശുശ്രൂഷ അവസാനത്തോളം നിവർത്തിക്കേണ്ടത് എന്റെ നിർബന്ധമാണ്. നിനക്ക് പിന്മാറാൻ കഴിയില്ല. യൗവനക്കാരാ, നിനക്ക് പിന്മാറാൻ കഴിയില്ല. നിനക്ക് പിന്മാറാൻ കഴിയില്ല. ദൈവത്തിന്റെ വിളി എന്നൊക്കെ പറയുന്നത് തന്നെ രാവിലെ ഒന്ന് വിളിച്ചു അത് ക്യാൻസൽ ചെയ്തു, സോറി ഞാൻ വേറൊരാളെ വിളിക്കാം, അങ്ങനെയൊന്നും വിളിക്കുന്നവനല്ല ഈ ദൈവം. യുഗപരമായ കാര്യപരിപാടിക്കകത്ത് നിന്റെ കൂടെ പേര് ദൈവം ഉൾപ്പെടുത്തിയത് ദൈവത്തിന് നിന്റെ പേര് വെട്ടാനല്ല, നീ വിചാരിക്കാത്ത മണ്ഡലത്തിൽ നിന്നെ ഉയർത്താൻ തന്നെയാ. ഹല്ലേലൂയ. നമ്മൾ ഈ വാചനം ശരിക്കും പഠിച്ചോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇൻസൈറ്റ് ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാകത്തില്ല, പക്ഷെ ആത്മധൈര്യം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാകരുത്, ആത്മധൈര്യം ഉണ്ടാകണം. ആത്മധൈര്യം ഉണ്ടാകണം. ഈ ആത്മധൈര്യം വർദ്ധിക്കുമ്പോഴാണ് ദൈവദാസന്മാർ ചിലരിങ്ങനെ മയക്കി കൂടിയൊക്കെ പറയുന്നത്, ഞാൻ പൊടിയാ, ഞാൻ കഴുതിയാന്നൊന്നും പറയരുത്, ഞാൻ രാജാവാന്ന് പറയണമെന്ന് പറയുന്നതിനെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്ത് നശിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, പൊടിയാന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പൊടിയൊന്നും ആകണ്ട, നീ വിലയേറിയവനാ, നീ വിലയേറിയവനാ. പ്രൈസ് ദി ലോർഡ്. ആത്മധൈര്യം വർദ്ധിക്കണം, ആത്മധൈര്യം വർദ്ധിക്കണം. ലോകത്തിൽ ആരും നിനക്കിട്ട വിലയല്ല ദൈവം ഇട്ടത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരടിമ പെൺകുട്ടിയെ മാർക്കറ്റിൽ കൊണ്ടു നിർത്തി, ഒരടിമ പെൺകുട്ടിയെ അടിമ ചന്തയിൽ കൊണ്ടു നിർത്തി. അയാൾ ഭയങ്കര വില പറയുക, ആരും മേടിക്കുന്നില്ല. വരുന്നവരൊക്കെ ഓരോ വില പറയും, ഈ വിലക്കാണെ കൊണ്ടുപോവാം, ഈ വിലക്കാണെ കൊണ്ടുപോവാം. അത്ര വില അവർ കാണുന്നുള്ളന്നേ, അവരത്ര വില കാണുന്നുള്ളൂ. ഒരു ധനികനായ മനുഷ്യൻ അതുവഴി വന്നു. നിങ്ങൾ എത്ര വിലയാ പറയുന്നത്? ഉടമസ്ഥൻ ഇത്ര വില പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അതിലൊക്കെ കൂടുതലാണ് ഞാൻ കാണുന്നത്. അയാളുടെ മനസ്സിൽ തോന്നിയൊരു വില കൊടുത്ത പെൺകുട്ടി കഴിഞ്ഞ് മേടിച്ചു. മേടിച്ചിട്ട് ആ മാർക്കറ്റിന് പുറത്ത് കൊണ്ടുവന്നിട്ട് കെട്ടം കഴിച്ചു. കെട്ടഴിക്കുകയല്ല, കെട്ടഴിക്കാതെ കൊണ്ടുപോവുക പതിവ് അടിമകളെ. കെട്ടം കഴിച്ചു. അപ്പൊ ഈ പെൺകുട്ടി അത്ഭുതത്തോടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ എൻ്റെ കെട്ടഴിക്കുന്നത്? നിന്നെ ഞാൻ മേടിച്ചത് ഇനി അടിമയാക്കാനല്ല, അഴിച്ചുവിടാനാണ് മേടിച്ചത്. അതിനാ ഞാൻ ഈ വലിയ വില നിനക്ക് കൊടുത്തത്. ഇനി നിന്നെ കെട്ടിയിടാൻ ഭൂമിയിൽ ആർക്ക് കഴിയുകയില്ല.
കാരണം മുഴുവൻ വിലയും ഞാൻ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു വിടുക, നിനക്ക് ഫ്രീയാ. എന്നിട്ട് ഈ മനുഷ്യൻ നടന്നു. ഈ പെൺകുട്ടി പുറകെ ഓടി കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏതാണെന്ന് അങ്ങേക്ക് അറിയാവോ? അങ്ങയുടെ അടിമയാകുന്ന. ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അങ്ങയുടെ അടിമയാകുന്ന. അതുകൊണ്ട് എന്നെ വിട്ടേച്ച് പോകരുത്. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായിരിക്കും. ഇതാ ക്രിസ്തീയ ജീവിതം, ഇതാ ക്രിസ്തീയ ശുശ്രൂഷ, ഇതാണ് ക്രിസ്തീയ ഭക്തി, ഇതാണ് ക്രിസ്തീയ ആരാധന, ഇതാണ് ദൈവസ്നേഹം. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആഴപ്പിടി കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് അതിന്റെ ആത്മാവിലോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്? ഓ ജീസസ്! ഹല്ലേലൂയ. നോട്ടൊന്നും കുറിക്കാൻ പറ്റിയില്ല, വിഷമിക്കണ്ട, CD പുറകെ വരും. ദൈവത്തെ സ്തുതിച്ചോ. കടലാസ് പേരായി ഒന്ന് ചൊവ്വ എഴുതി വർക്ക് ചെയ്തില്ല, ഒന്നും വിഷമിക്കണ്ട, CD വരുന്നുണ്ട്. ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഇതുപോലെ നിനക്ക് വിലയിട്ട ആരുമില്ല. പിടികിട്ടിയോ? ഇതുപോലെ നിനക്ക് വിലയിട്ട ആരും ഈ മാർക്കറ്റിലില്ല. ലോകത്തിൽ ആരും, നിന്റെ അപ്പനോ അമ്മയോ പ്രിയപ്പെട്ടവരോ നിനക്ക് വിധിച്ച വിലയുടെ എത്രയോ ഇരട്ടിയാ സ്വർഗം നിനക്കിട്ട വില. അത് മനസ്സിലാക്കിയാൽ എങ്ങനെ നന്ദിയില്ലാ ജീവിക്കും? സഹോദരങ്ങളെ, ഈ സൂചന വില എന്ന് പറയുന്നൊരു ജോലിയല്ല, ഇതൊരു ജോലിയല്ല. ഇതെന്താണെന്നറിയോ? നന്ദിയാ. ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ, എന്റെ പൊന്നു കർത്താവേ, ഇനി ഭൂമിയിൽ ഒരു പണിക്ക് പോണില്ല, നിന്നെ കുരിശ് ചുമന്നോളാം. നിന്നെയാണേലും അപമാനാണേലും തല്ലാണേലും കൊലപാതകമാണേലും ഒരു കുഴപ്പമില്ല, നിന്റെ പിറകെ വരുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കരങ്ങൾ വീശി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിന്നോടൊരു മതിപ്പുണ്ടാകും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ വന്നവർ ഇനിയും ഇന്നലെ വരെ ജീവിച്ച പോലെ ജീവിക്കത്തില്ല. അവരുടെ കാഴ്ചപ്പാട് ദൈവം ഇന്ന് രാവിലെ തന്നെ അങ്ങ് മാറ്റുക. ദൈവം ചിലർക്ക് പുതിയ കണ്ണ് തരുന്നത് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം. ദൈവം ചിലരുടെ മാംസളമായ കണ്ണെടുത്ത് മാറ്റിയിട്ട് ഒരാത്മാവിൽ ഒരു കണ്ണിന് പകലിൽ റീബിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ, ചോര പൊടിയാത്ത ഓപ്പറേഷൻ ഈ ക്ലാസ്സിനകത്ത് ദൈവം ചെയ്യുക. Amen. Amen. ഇവിടെ ആരും നിനക്ക് ഈ വില ഇടത്തില്ല. കാരണം ലോകത്തിലുള്ളവരെ വാങ്ങാൻ വരുന്നവൻ സാധനത്തിന്റെ കുറ്റമായി കാണുകയുള്ളൂ. ശരിയല്ലേ? വാങ്ങാൻ വരുന്നവൻ സാധനത്തിന്റെ കുറ്റമേ കാണുകയുള്ളൂ. വിൽക്കാനിരിക്കുന്നവനോ സാധനത്തിന്റെ ഗുണം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റിൽ ആരും നിന്നിൽ ഒരു നന്മയും കണ്ടില്ല. കാരണം എന്തെല്ലാം കുറ്റമുണ്ട്? സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി. കുറ്റമല്ലേ ഉള്ളൂ. ലോകത്തിലാരും നിനക്ക് ഒരു വിലയിടുകയില്ല. കാരണം നിന്നെ എന്തിനു കൊള്ളാം. ജീസസ്. ഓ ഹല്ലേലൂയ. പക്ഷെ സ്വർഗം നിനക്ക് അപാര വിലയായിട്ടിരിക്കുന്നത്. ഇത് നിന്റെ അകത്തൊരു വലിയ അഗ്നികുണ്ഡമായി ഇന്ന് പകലിൽ കത്തും. താങ്ക് യു ജീസസ്. നന്ദി പറയാൻ തോന്നുന്നുണ്ടോ? ആരാധിക്കാൻ തോന്നുന്നുണ്ടോ? ക്ലാസ് അങ്ങ് നിർത്തിയിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ എല്ലാ കുഴപ്പം. ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കുറച്ചു നേരം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ ജീസസ്. ഓ ശാരബാല ഖാവനാസര റോഡിബാല സിഖറബഷ ദുരാനന ഖസാരിയാലബാന ഖനാദന. ദൈവത്തിന്റെ തീ കത്തട്ടെ. താങ്ക് യു ജീസസ്.
ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. ഇത്രയേ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു യേശുപരാ. കാൽവറി എനിക്ക് മരിച്ച കർത്തനേ, എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. കൈകൾ ഉയർത്തിക്കൊണ്ടാ ലൈറ്റ് പാടിയാട്ടെ. ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു യേശുപരാ. എത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. കർത്താവിനോട് ആ വരി പാട്ടായിട്ടല്ല,
ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയണം, കർത്താവേ എന്നെ സ്നേഹിക്കാൻ എന്താ ഉള്ളേ? വാങ്ങാൻ വരുന്നവൻ പ്രോഡക്റ്റിന്റെ കുറ്റം മാത്രമേ പറയുകയുള്ളൂ. അങ്ങനെ ഈ മാർക്കറ്റിൽ എല്ലാവരും നിന്റെ കുറ്റം മാത്രം കണ്ടപ്പോൾ സ്വർഗം പറഞ്ഞു, അവനെ എനിക്ക് ആവശ്യമുണ്ട്, അവളെ എനിക്ക് ആവശ്യമുണ്ട്. വീട്ടിലുള്ളവർ നിന്റെ കുറ്റം മാത്രം കണ്ടപ്പോൾ, പ്രിയപ്പെട്ടവരൊക്കെ നിന്റെ മിസ്റ്റേക്ക്, പോരായ്മ മാത്രം പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. പോരായ്മയുള്ളവരെ തന്നെ തെരഞ്ഞെടുക്കുക. എന്തിനാണെന്നറിയാവോ? എന്നാലെങ്കിലും നെകളിക്കാതെ, അഹങ്കരിക്കാതെ, അവസാനത്തോളം താഴ്മയോടെ ഞാൻ ഒന്നുമില്ല കർത്താവ് എന്ന് പറഞ്ഞ് നിന്നോളുമല്ലോ. 25 ലക്ഷം വിശ്വാസികളെ 40 കൊല്ലം നടത്തിയ മോശ സംസാരശേഷി ഇല്ലാത്ത ആളായിരുന്നു. സംസാരശേഷി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ലീഡർഷിപ്പ് നിൽക്കാൻ പറ്റും? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വാചകമടിയല്ലേ, അല്ലേ? വാചകത്തിന്റെ കസർത്തല്ലേ ലീഡർഷിപ്പ്? ദൈവത്തിനൊരു ലീഡറെ വേണമായിരുന്നു. വർത്താനം പറയാൻ കഴിവില്ലാത്ത ഒരുത്തനെ തന്നെ തെരഞ്ഞെടുത്തു. അവന്റെ ആംഗ്യഭാഷ കൊണ്ട് ചെങ്കടൽ രണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അത് മതിയെന്നല്ലേ ദൈവം തെളിയിച്ചത്? അത് മതിയെന്നല്ലേ ദൈവം തെളിയിച്ചത്? ഓ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനായിട്ട് എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിനിടയ്ക്ക് ദൈവം ചിലരോട് പറയുക, നിന്നെ മതിയെന്ന്, ഇപ്പൊ ഈ ഉള്ള കഴിവൊക്കെ മതിയെന്ന്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്തോത്രം. പത്രോസിന്റെ ഒരു പ്രത്യേക വാക്കാണ് വിലയേറിയ, 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 വിലയേറിയ. ഞാൻ നോക്കിയിട്ട് ഈ 1-ാം ലേഖനത്തിൽ 3 പ്രാവശ്യവും 2-ാം ലേഖനത്തിലുമായിട്ട് ഞാൻ 4 നോട്ട് ചെയ്തു. നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി. 1:7 വിലയേറിയ പരിശോധന. 1:19 വിലയേറിയ രക്തം. 3:4 വിലയേറിയ സൗന്ദര്യം. 2 പത്രോസ് 1:1 വിലയേറിയ വിശ്വാസം. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ രക്തം കൊണ്ടാണ്. വിലയേറിയ, വിലയേറിയ. പത്രോസ് കൂടെ ഉപയോഗിക്കുന്നു വിലയേറിയ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, വിലയേറിയ. ഒന്നുകൂടെ. വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ വിലയേറിയവനാണെന്ന് പറയാതെ അറിയരുതോ? പറയാതെ അറിയരുതോ? Praise the Lord. Hallelujah. Jesus. വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവൻ വിലയേറിയവനാണെന്ന് ഇനി പറയണോ? ലോകം ഇത് എങ്ങനെ കണക്കാക്കുന്നുള്ള ഒന്നും നിനക്ക് വിഷയമല്ല. സ്വർഗം ഇത്രയും വിലയിട്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നീ ഏറ്റവും വില കൂടിയ. തീർന്നില്ല. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അത് എത്ര പ്രാവശ്യം പ്രസംഗിച്ചാലും മതിവരാത്ത വാക്യമാണ്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് പറഞ്ഞാൽ, അന്യായ വില കൊടുത്ത് വാങ്ങിയ സ്വർണം തീയിലിടുമ്പോൾ ഈ മനുഷ്യന് ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ സീരിയസ്നെസ് ഹൃദയത്തിൽ കാണുകയല്ലേ? ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര വില കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന സ്വർണം തീയിലോട്ടിടുമ്പോൾ അയാൾ അത് പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ ഗൗരവം മനസ്സിലുണ്ടാകത്തില്ലേ?
കാരണം ഇത് ടെമ്പറേച്ചർ മാറിപ്പോയി, ഇത് തെറ്റിപ്പോയാ പോയില്ലേ, കൊടുത്ത കാശ് പോയില്ലേ. അങ്ങനെയാണ് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസി എന്താ മനസ്സിലാക്കേണ്ടത്? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ജീസസ്. 3, വിലയേറിയ സൗന്ദര്യം. നമ്മൾ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ വരാൻ പറ്റിയാ വരും, ദൈവം അനുവദിച്ചാൽ വരും. എന്നാലും ഇടയ്ക്ക് വന്നപ്പോൾ ഒന്ന് വായിച്ചേക്കാം. 1 പത്രോസ് 3:3-4. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അത് വിലയേറിയതാ. ഏത്? ആന്തരിക സൗന്ദര്യം. സൗന്ദര്യ മത്സരത്തിന് സമ്മാനം കിട്ടിയ ആൾക്കാരെയൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നില്ലേ? ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇതാരാ ഈ സമ്മാനത്തിന് മാർക്കിട്ടെ? അപ്പൊ അവർക്ക് തോന്നിയ പോലെ അവരെടുത്തു. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറയാ അത് വിലയേറിയതാ. പ്രൈസ് ദി ലോർഡ്. ഏത്? സൗമ്യതയും സാവധാനതയും എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. സ്വഭാവശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം വിലയേറിയതെന്നാണ് ഇതിന്റെ ശരിയായ തർജ്ജമ. സ്തോത്രം. താങ്ക് യു ജീസസ്. കർത്താവ് പറയാം അത് വിലയേറിയതാ. അപ്പൊ ഇവിടുത്തെ സൗന്ദര്യ മാർക്കറ്റിൽ നമുക്ക് ഫസ്റ്റും കിട്ടത്തില്ല, സെക്കൻഡും കിട്ടത്തില്ല, തേർഡ് കിട്ടത്തില്ല, പുറകിൽ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയാ നീ വളരെ സുന്ദരനാ, നീ വളരെ സുന്ദരിയാ, അല്ലെ പിന്നെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുവോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകം തരുന്ന സൗന്ദര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് ദൈവമക്കളെ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ വലിയ ബാത്റൂമിലൊക്കെ പോകാറുണ്ട്, വലിയ വലിയ ബാത്റൂമുകളിൽ. ഒരു 10-20 ഐറ്റമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ. എപ്പത്തേക്കാളുള്ള കണ്ണാടിയായിട്ട് കയറണം. നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ കണ്ണാടി കൊണ്ടുപോവുകയല്ലോ, പിന്നെ ഇതെല്ലാം വായിച്ച് നോക്കണം. ഒടുവിൽ പിന്നെ ഒന്നും വേണ്ടെന്ന് വെക്കും. കാരണം ഇത് ബാത്റൂം വാഷ് ചെയ്യാനുള്ളതാണോ എന്നും അറിയാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊന്നും അഡിക്റ്റ് ആകരുത് കേട്ടോ, ഇതിനകത്തൊന്നും അഡിക്റ്റ് ആകരുത്. വെറുതെ ഉള്ള തൊലി കളയരുത്. ഇതൊക്കെ പറയാൻ ആര് പറയാനാ? കമ്പനിക്കാരുമായിട്ട് ഒത്തുണ്ടല്ലേ എല്ലാരും പോണത്. ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന ആരാ? ഒരു ലോബിയല്ലേ. നിങ്ങൾ എന്ത് വാങ്ങണമെന്ന് ഇവിടെ ഒരു കൂട്ടർ തീരുമാനിക്കും, അവരതിനെ TV-യിൽ ഫ്രണ്ടിൽ കാണിക്കും, നമ്മൾ അത് പോയി മേടിക്കും. പാവങ്ങൾ. അതാ ഇവിടെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ലോബിയെ കുറിച്ച് വല്ലവർക്കും വല്ലതും അറിയാവോ? വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, കൊളസ്ട്രോളാ. എന്നാ സൂര്യകാന്തി ചെലവാകണം. സൂര്യകാന്തി എല്ലാവരും മേടിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ പറയാം ഏറ്റവും നല്ല എണ്ണ വെളിച്ചെണ്ണയാണ്. അപ്പൊ ഇത് റിസർച്ച് ചെയ്യുന്നവരും കമ്പനിയും കൂടി ഉള്ള ഒത്തുകളി. 100 ഉദാഹരണം പറയാം. ഇങ്ങനത്തെ ലോബിയുടെ ചരക്കായി ഞാനും നിങ്ങൾ മാറരുത്. ഞാൻ എന്തിടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നമ്മൾ എന്താ കഴിക്കേണ്ടതൊക്കെ ഇവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ പാവകൾ ചെന്ന് അതിന്റെ മുമ്പ് ക്യൂ നിൽക്കുക. ദേ പുട്ട് എന്നാ ക്യൂവാ, വെറുതെയാന്ന് ഇതൊക്കെ. അത് ആ പുട്ട് തന്നെയല്ലേ അമ്മ തന്ന പുട്ട്, പിന്നെ എന്നെ വേറെ എന്നെ കാര്യമുള്ളൂ. ഇതെല്ലാം ഭയങ്കര തന്ത്രമാണ്. ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ക്യൂ പോലെയാന്ന്. എന്നാ സംഭവം? ദേ പുട്ട്. മനുഷ്യനെ ഇങ്ങനെ പൊട്ടനാക്കാവോ? Praise the Lord. കല്യാൺ ജ്വല്ലറിയുടെ പരസ്യമൊക്കെ കണ്ടാൽ
ഏത് വീട് വിറ്റിട്ടാണേലും ഒരു വജ്രം മേടിക്കാൻ തോന്നും. ഭൂമി കിടപ്പാട അങ്ങ് വിൽക്കാവുന്ന നമുക്ക് വാടകയ്ക്ക് കിടക്കാൻ ചേട്ടാ, ഇതൊരെണ്ണം ഇട്ടില്ല, എന്നെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഈ പരസ്യത്തിനകത്ത് ഇത് പറയുന്നവർ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളൊന്ന് പോയി കാണണം. ഇതൊന്ന് പറഞ്ഞൊപ്പിക്കാൻ എത്ര മണിക്കൂറാ ഷൂട്ടിംഗ് എന്നറിയാവോ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇതിനകത്ത് ആത്മാർത്ഥത ഇല്ലെന്ന്. വിശ്വാസമല്ലേ എല്ലാം. അതൊരു സിനിമയാക്കി കളഞ്ഞു. സ്വർണത്തിന്റെ പരസ്യ. ഇങ്ങനെ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ നാട്ടുകാർക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണോ? നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ നാട്ടുകാർക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണോ? സൗമ്യതയും സാവധാനത. എന്നീ സാവധാനത തർജ്ജിമക്കാര് ബുദ്ധിമുട്ടിട്ടാ പദം എടുത്തു വെച്ചിരിക്കുന്നേ. കാണുന്നിടത്തെല്ലാം വെപ്രാളം പിടിക്കാത്ത ഒരു ആന്തരിക വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ദൈവസഭയിൽ വിലയേറിയതാണ്. അട്രാക്ഷന്റെ മുമ്പിൽ അഡിക്റ്റഡ് ആകാതിരിക്കുക. ഇതല്ലേ ഏദൻ തോട്ടത്തിൽ നടന്നത്. നമ്മളെ ആകർഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കമ്പനിക്കാർക്ക് അറിയാം. പക്ഷെ ദൈവ പൈതൽ അതിന് മുമ്പ് വീഴത്തില്ല. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ആന്തരിക സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ധ്യാനിച്ചത് ഉത്തമഗീതത്തിലെ ഒരു വാക്യമാണ്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉത്തമഗീതം 2:14. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. പ്രാവിനെ കാണാൻ ഭംഗി പറന്ന് നടക്കുമ്പോഴാണ്. ഇത് ഒളിച്ചിരിക്കുക. ഇത് ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തോ പ്രോബ്ലം ഉണ്ട്. മാനസിക സംഘർഷമോ ഭയമോ ടെൻഷനോ ഏതാണ്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആരോ പിടിക്കാൻ വരുന്നുണ്ട്. എന്തോ ഒറ്റപ്പെടൽ, ഭീഷണി, നിരാശ. ഈ സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ കയറി ഇങ്ങ് പരുമിയിരിക്കുന്നത്. സൗന്ദര്യമൊന്നും കാണിക്കുന്നില്ല. ചിറകൊക്കെ ഒതുക്കി ചുരുണ്ടുകൂടി അങ്ങ് ഇരിക്കുക. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും. അപ്പോ ഉടമസ്ഥൻ പറയുക, നിന്റെ മുഖം ഒന്ന് കാണട്ടെ, അന്നേരം നിനക്ക് സൗന്ദര്യമൊന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ദൈവ പൈതലിനെ സഭയല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസഭയുടെ സ്വരം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരാധനയല്ലേ അത്? അല്ലാതെ എന്തുവാ? നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ആ ശബ്ദം ഒന്ന് കേൾക്കണ്ടേ? മിണ്ടാതിരുന്ന എങ്ങനെയാ പറ്റുന്നേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ലോകത്തിന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഈ ശബ്ദം മണവാളം പറയാ, എനിക്കതൊന്ന് കേൾക്കാൻ ഭയങ്കര കൊതിയാന്ന്. ശബ്ദം കുറയ്ക്കണമെന്നല്ലേ നമ്മളോട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? ശബ്ദം കുറയ്ക്കണം. ചർച്ചിന് സാങ്ഷന് ചെന്നാൽ ശബ്ദം കുറയ്ക്കണം. മൈക്ക് സാങ്ഷന് ചെന്നാൽ ശബ്ദം കുറയ്ക്കണം. ശബ്ദം മൈക്ക് സാങ്ഷന് ചെല്ലുമ്പം ചോദ്യമാണ്, നിങ്ങളല്ലേ ഈ ഒച്ച വെക്കുന്ന കൂട്ടര്? അതെ, ഞങ്ങളെ ഈ ഒച്ച വെക്കുന്ന കൂട്ടര്. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പണ്ടിങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, സാറേ ഞങ്ങളുടെ പ്രോഗ്രാം ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് ഒച്ച വെക്കാന്നൊരു പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞു. അത് നമുക്ക് തമാശ പോലെ പറയാമെങ്കിലും നമ്മൾ ഒച്ച വെപ്പുകാരാ. അതെ, നമ്മളോട് ഒച്ച വെക്കുന്ന കൂട്ടർ വേറെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഒരു അഡിക്ഷനാണ്. നമുക്ക് ഒച്ച വെക്കാൻ പറ്റുകയില്ല. ഒച്ചയില്ലാതെ യോഗം നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. സ്വതന്ത്രം. അതോ നമ്മൾ ഒച്ച വെച്ച് തുടങ്ങുമ്പോൾ ഒരു കൺട്രോളുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോളും ഇല്ല. അത് പുറത്തു നിന്ന് കേൾക്കണം. എന്നാ രസാന്നറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ബടവാളം പറയാ, എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. മുഖം എങ്ങനെയായിരിക്കുന്നത്? കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും
സങ്കടങ്ങളും പരാതികളുമുള്ള ഒരു മുഖം കണ്ടിട്ട് മണവാളൻ പറയുക, അതാണ് സൗന്ദര്യം, അതാണ് സൗന്ദര്യം. ഹല്ലേലൂയ. ഒരുപാട് വേദനകൾ സഹിച്ച് കലങ്ങിയ കണ്ണു നിനക്കുണ്ടെങ്കിലും മണവാളൻ പറയുന്നു, എന്തൊരു ബ്യൂട്ടി അതിന്റെ മുഖം. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആമേൻ. നമ്മുടെ മണവാളൻ നമ്മുടെ സൗന്ദര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്താൽ പോരെ? അത് വഴി പണരൊക്കെ പറയണോ? വേണോ? ഇത് മണവാളൻ പറയാത്തതുകൊണ്ടല്ലേ ഈ വല്ലവരും പറയുമ്പോൾ ഈ ടെൻഷൻ ഉണ്ടാവുന്നത്. മനസ്സിലാക്കി കാണുമായിരിക്കും. ഇടയ്ക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് പറഞ്ഞേക്കണം ഇടയ്ക്ക് കേട്ടോ സഹോദരന്മാരെ, നന്നായിട്ടൊന്ന് പറഞ്ഞേക്കണം. ഇല്ലേ വല്ലവരും പറയുമ്പോൾ അവർക്ക് ആകെ ടെൻഷനാവും. പിടികിട്ടിയില്ല. ഈ യോഗത്തിന് പോകാനൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാത്തന്നാന്നറിയോ? തൃപ്തിയാകാഞ്ഞിട്ടാ. ഒരു കണ്ണാടി കഴിഞ്ഞ് അടുത്ത കണ്ണാടി പോയി നോക്കും, ആളൊന്നു തന്നെയല്ലേ. അത് കഴിഞ്ഞ് അപ്പുറത്തെ പിന്നെ ഇറങ്ങാൻ നേരത്ത് ഒരു കണ്ണാടി ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കും. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ മതി, ഇന്ന് നന്നായിട്ടുണ്ടല്ലോ, ഇന്നത്തെ ചുരിദാർ കൊള്ളാം, ഇത്രയും ഒന്നങ്ങ് പറഞ്ഞാൽ നമുക്ക് വല്ല ചിലവുണ്ടോ? പെട്ടെന്ന് നമുക്ക് പോവുകയും ചെയ്യാം, മീറ്റിങ്ങിന് പെട്ടെന്ന് പോവുകയും ചെയ്യാം. പറയേണ്ടവൻ പറഞ്ഞാൽ തൃപ്തിയാണ്, അല്ലേ? അല്ലേ? അല്ലാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം കൊണ്ടുവരുന്ന വെയിറ്റർ ആൻറ്റിയുടെ ചുരിദാർ നല്ല, അതുകൊണ്ട് നമുക്ക് പറയേണ്ടവൻ പറഞ്ഞാൽ പിന്നെ ആരും പറയണ്ട. പ്രൈസ് ഗോഡ്. പറയേണ്ടവൻ പറഞ്ഞാൽ അതൊന്ന് കേട്ടാ പിന്നെ ആരെന്നാ പറഞ്ഞാ ഇരിക്കില്ല. നീ എനിക്ക് പ്രിയനാണെന്ന് കർത്താവ് പറഞ്ഞാ പിന്നെ എനിക്ക് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആന്തരിക സൗന്ദര്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാര്യം 2 പത്രോസ് 1:1 കിടപ്പുണ്ട്. അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക്. Precious faith. ഒന്ന് വായിച്ചേക്കാവോ? 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർ. നല്ല നല്ല ചിന്തകൾ അതിനകത്ത്. ഒന്നുകൂടെ വായിക്കാവോ? യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. കർത്താവായ യേശുവിനോട് കൂടെ നടന്ന് ഇന്നർ സർക്കിളിൽ ഇരുന്ന പത്രോസ്, ഗത്സമന നേരിട്ട് കണ്ടവൻ, മറുരൂപമല നേരിട്ട് കണ്ടവൻ. ഈ പത്രോസ് പറയാ, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചതെന്ന്. ആഴം മനസ്സിലായോ? ആഴം മനസ്സിലായോ? നിങ്ങളിപ്പോൾ പുതുതായിട്ട് വന്ന വിശ്വാസികളാണ്, ഞങ്ങളുടെ അത്രയും വിശ്വാസമൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞത്. സെയിം ഫെയ്ത്ത്, അതേ വിലയേറിയ വിശ്വാസം. അതാ നമ്മുടെ സന്തോഷം. അതാ നമ്മൾ 2ാം കൂടി മക്കളല്ല, അതേ നിലവാരത്തിൽ നമ്മളെ ദൈവം അംഗീകരിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ വിലയേറിയ വിശ്വാസം. ഇനി ആ വിശ്വാസം ആർജിച്ചതല്ല, ലഭിച്ചതാണ്. അപ്പൊ ഈ വിശ്വാസത്തിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ലെവല് ഗിഫ്റ്റാണ്, ലഭിച്ചതാണ്. ഇനി അത് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഭാഗത്ത് ഒരു ജോലിയുണ്ട്. പക്ഷെ ലഭിച്ച ഒരു ഭാഗം ഇതിനകത്തുണ്ട്. ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മളെക്കാൾ നല്ല മനുഷ്യരോട് നമ്മൾ സുവിശേഷം 3-4 മണിക്കൂർ പറഞ്ഞിട്ടും അവർക്കതങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എന്നാ കാര്യം? ഈ സാധനം അവർക്ക് കിട്ടിയില്ല, അല്ലേ? അല്ലേ? നമ്മൾ വിശ്വസിച്ചത് കൂടുതൽ പറഞ്ഞതുകൊണ്ടാണോ? എന്തോ അകത്ത് തമ്പുരാൻ തന്നതുകൊണ്ടാണ്, അല്ലേ? ആരോ ഈ ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാൽ ഓർക്കാൻ വേണ്ടിയാ. ഈ വെള്ളത്തിൽ വീണ കൊച്ചിനെ എടുക്കാൻ ഒരുത്തൻ ചാടി. അവന് സമ്മാനം കൊടുക്കാനും അനുമോദിക്കാനും മീറ്റിംഗ് വെച്ചു.
മീറ്റിംഗ് വെച്ച് അവനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പറയണ്ട, ഞാൻ ചാടിയതൊന്നുമല്ല. ഞാനിവിടെ വന്ന് നോക്കിയിരുന്നപ്പോൾ ഈ നോക്കുന്നതിനിടയിൽ ആരാണ്ട് എന്നെ തള്ളി. ഞാൻ പിടിവിട്ട് വെള്ളത്തിൽ വീണു. ഞാൻ വീണ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൻ എന്നെ കയറി പിടിച്ചു. ആര്? ഈ കിടക്കുന്നവൻ. പിന്നെ അവനെ കൊണ്ട് ഞാൻ കയറി പോന്നേ ഉള്ളൂ, അല്ലാതെ എന്നെ ഒരുപാട് അനുമോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എന്നെ ആ തള്ളിയവനെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ആരാണ്ട് തള്ളിയിട്ടതല്ലേ ഞാനൊക്കെ ഇതിനകത്ത് വന്നു. അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവരത് കൈവോകിയേ അവൻ അത്ര പേര് മതി. സോദരം, ശുശ്രൂഷ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. എനിക്ക് ഇപ്പോഴും പിടി. ഞാനത് നോക്കുക ആരെ തള്ളിയിട്ട്. ഈ ക്ലാസ് തുടങ്ങിയ എങ്ങനെയാന്ന് ഞാൻ ഇന്നലെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. അതും ഇങ്ങനെ എങ്ങനെയും വന്നു വിട്ടതാ. അങ്ങനെ വരുന്നതേ വിജയിക്കുള്ളൂ. പ്രൈസലോ, കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നുകൊണ്ടു. പ്രൈസലോ, പ്രൈസ് ദി ലോർഡ് ജീസസ്. വിശ്വാസം ലഭിച്ചതാന്നുള്ള ചിന്തയെ പറഞ്ഞു വന്നേ. വിലയേറിയ വിശ്വാസം ലഭിച്ചതാ. അപ്പൊ നമ്മൾ വിശ്വാസത്തെ വന്നതിനകത്തും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാരുണ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അപ്പം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും കാര്യം പറയാനാണ് ഇന്ന് നമ്മൾ കൂടുതൽ സമയമെടുത്തത്. 1 മണിക്കൂർ അതിനു വേണ്ടി എടുത്തു. സ്തോത്രം. ഈ 4 കാര്യത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാം. 5-ാമത്തെ കാര്യം, വിലയേറിയ പരിശോധന, വിലയേറിയ രക്തം, വിലയേറിയ സൗന്ദര്യം, വിലയേറിയ വിശ്വാസം. ഇത് 4ഉം കൂടെ ചേർത്ത് പഠിച്ചാൽ 1 കൊരിന്ത്യർ 6:19-20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആമേൻ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആമേൻ. നിങ്ങൾ വിലയേറിയവരാണ്. അതാണ് 5-ാമത്തെ കാര്യം. മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയേറിയവരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോയില്ല, വളരെ ദൂരം ഇനിയും പോകാൻ കിടക്കുന്നു. തിരിച്ചു വരാം, നമ്മുടെ ടെക്സ്റ്റിലേക്ക് മടങ്ങി വരാം. 1 പത്രോസ് 1-ാം അധ്യായം 19 വാക്യം കഴിഞ്ഞു. 20, 21, 22, 21, 24, 25 അധികം സമയം എടുക്കുന്നില്ല, ചുരുക്കി പറയാം. ഒന്നുകൂടി അങ്ങ് വായിക്കാമോ? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. പിന്നെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. നിങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാകുന്നു എന്ന് 22-ാം വാക്യം. നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിക്കുവീൻ. സ്തോത്രം. എഫേസ്യർ 2:8 കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല,
ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പിന്നെ ആരും പ്രശംസിക്കാതിരിപ്പാൻ ആ പ്രവർത്തികളും കാരണമല്ല. പിന്നെ നാം അവന്റെ കൈപ്പണിയായി ആ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, പ്രവർത്തിയാലല്ല. പക്ഷേ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കണം, തരംതിരിച്ച് മനസ്സിലാക്കണം. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, പ്രവർത്തിയാലല്ല. പക്ഷേ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. രക്ഷയ്ക്ക് പ്രവൃത്തി ഇല്ല, രക്ഷിക്കപ്പെട്ടവന് പ്രവൃത്തിയുണ്ട്. സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് അവസരം പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മുടെ വരണ്ട കൈ കർത്താവിനൊന്ന് സമർപ്പിക്കണം. കർത്താവ് അതിനെ ഒന്ന് നോർക്കണം. ഒന്നും മുറുകെ പിടിക്കണ്ട. കാരണം ഒന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. കൈയൊക്കെ ചുരുട്ടി പിടിച്ചോണ്ടാ കൊച്ചുങ്ങൾ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വരുന്നത്. അറിവാകുമ്പോൾ പതുക്കെ പതുക്കെ അയഞ്ഞ് വരും. ഒരു മനുഷ്യന് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും കൈ അയച്ചു കൊടുക്കുകയില്ലായിരുന്നു. പുള്ളിക്ക് പെട്ടെന്നൊരു ബൈപ്പാസൊക്കെ കഴിഞ്ഞ് വന്നപ്പം ആര് വീട്ടിൽ വന്നാലും പഴമെല്ലാം ഞെടുത്തോണ്ടോന്നേ, എന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കുന്നേ? പുള്ളി പെട്ടെന്ന് ഉദാര മനസ്കനായി മാറുന്നു. അപ്പോൾ കാര്യം മനസ്സിലായി, ഇതൊന്നും നമ്മളെ കൊണ്ടൊക്കെ തിന്നാനും പറ്റുകയില്ല, നമുക്കോട്ട് കൊണ്ടുപോകാനും പറ്റുകയില്ല. എന്നാൽ പിന്നെ ജിഞ്ഞു പോകുന്നതിനും ആർക്കെങ്കിലും കൊടുത്തേക്കാമെന്നൊരു ചിന്ത വന്നു തുടങ്ങി. ഇത് നേരത്തെ അറിഞ്ഞിരുന്നേ ഇത്രയും പെട്ടെന്ന് ഈ അസുഖം വരികയില്ലായിരുന്നോ എന്ന് ചിന്തിക്കാമോ? സ്തോത്രം. ആ വരണ്ട കൈയൊക്കെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കണം. സ്തോത്രം. പ്രവർത്തിയാൽ രക്ഷയില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടത് പ്രവർത്തിക്കാൻ വേണ്ടിയാ. അവസരം പോലെ എല്ലാവർക്കും നന്മ ചെയ്യുവീൻ, വിശേഷാൽ വിശ്വാസികൾക്ക് നന്മ ചെയ്യുവീൻ. അപ്പൊ അവസരം അന്വേഷിക്കണമെന്നേ, അവസരം അന്വേഷിക്കണം. ഈ ഏപ്രിൽ മാസത്തിൽ ഒരു നന്മ ചെയ്യാൻ എവിടെയാ ഒരവസരം? സ്തോത്രം. പ്രൈസ് ലോർഡ്. മെയ് മാസത്തിൽ ഒരു നന്മ ചെയ്യാൻ ഇപ്പോഴേ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. കർത്താവേ ഒരു വഴി തുറക്കണേ. വഴി തുറക്കാന്ന് പറഞ്ഞാൽ അതിന് ആവശ്യക്കാരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വിഷയം. അർഹതപ്പെട്ട ആളെ കർത്താവേ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കേ. ദൈവം കൃപ തരട്ടെ. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് പ്രവർത്തിയാലല്ല, പക്ഷെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്. സൽപ്രവർത്തികൾക്കായിട്ടെന്നുള്ള ആ വാക്ക് പറഞ്ഞാൽ ഒരു സാധനത്തിന് ഒരു ഉപയോഗമേ ഉള്ളതേ. മെയിനായിട്ട് വാച്ചിന് ഒരു ഉപയോഗമേ ഉള്ളൂ. എന്തുവാ? സമയം നോക്കുക. പക്ഷെ ഇപ്പൊ അതൊരു അലങ്കാരമായി മാറിയിട്ടുണ്ട്. സമയം ഇല്ലേലും കുഴപ്പമില്ലെന്ന് ഇന്നാളെ ഒരാൾ പറഞ്ഞു. ചുമ്മാ ഒന്ന് കെട്ടാനാണ് അലങ്കാരമായി മാറുക ഓരോന്ന്. അതുകൊണ്ട് അപ്പോ വിശ്വാസിയെ കുറിച്ച് ഒരു ഉപയോഗമുള്ളത് എന്തുവാ? സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതേ കാര്യം വേറൊരു നിലയിൽ പത്രോസ് പറയാം. അതാ പറഞ്ഞു വന്നത്. പത്രോസും പൗലോസും ഒന്ന് തന്നെ പറയുന്നത് വേറൊരു നിലയിലാണ് പറയുന്നത്. വാക്യം 22, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട്. എന്തിനാ നിർമ്മലീകരിച്ച്? നിർവ്യാജമായ സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ ലാഭേച്ഛ കൂടാതെയുള്ള സ്നേഹം സമൂഹത്തിന് കൊടുക്കാനാണ് നിങ്ങളെ രക്ഷിച്ചത്. തിരിയുന്നുണ്ടോ? ലാഭേച്ഛ കൂടാതെയുള്ള സ്നേഹം ഈ ഭൂമിയിൽ തന്നത് യേശു മാത്രമാണ്. അത് യേശുവിന്റെ മക്കളിലൂടെ ലോകം കാണണം.
അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം അന്യോന്യം. ഇത് പറയുമ്പോൾ തന്നെ പ്രാക്ടിക്കലാക്കാൻ കൃപ തരണേ കർത്താവേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് 100% സാധിക്കുന്നില്ല എന്നേറ്റ് പറയാൻ തോന്നുന്നില്ലേ? സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചേ. 22-ാം വാക്യം പ്രാക്ടിക്കലാക്കാൻ ശരിക്കും പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല കർത്താവേ, ആഗ്രഹമുണ്ട്, കൃപ തരണേ എന്നേറ്റ് പറയാൻ ഉൾപ്രേരണയുണ്ടോ? ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നേഹം ദോഷം എന്ത് ചെയ്യുന്നില്ല, കണക്കിടുന്നില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ഹല്ലേലൂയ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, ഓ സ്നേഹത്തിലൂടെ എല്ലാം, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ നിന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഓ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻജനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻജനം, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. 22-ാം വാക്യം വായിച്ചു പോകാൻ പാടില്ല. 22-ാം വാക്യത്തിന്റെ മുമ്പിലും മുട്ടുകുത്തിയിട്ട് പറയണം, കർത്താവേ, ഇത് എനിക്ക് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. എന്നെ നിർമ്മലീകരിച്ചത് നിർവ്യാജമായ സഹോദര പ്രീതിക്ക് വേണ്ടിയാണ്. എന്നെ രക്ഷിച്ചത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പാടിയത് പാട്ടല്ല, പ്രാർത്ഥനയാണ്. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ച് വേർതിരിച്ച നിൻ ജനം
നിന്റെ നാമ മഹത്വത്തിനായിട്ട് തന്നെ ജീവിക്കാൻ കൃപ തരണേ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്റെ ഉള്ളിൽ നിന്റെ സ്വഭാവം പകരണേ കർത്താവേ. അല്ലാതെ നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നേ? ഇതിനെക്കുറിച്ച് സ്ട്രോങ് കൺകോർഡൻസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? മാത്യു ഹെൻറി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ബാർക്ലേ ആരെന്നാ പറഞ്ഞ എന്നാ ഗുണം അനുസരിച്ചില്ലെങ്കിൽ? അല്ല, നമുക്ക് ഗ്രീക്ക് നോക്കിയാൽ നീ അനുസരിക്കുകയല്ലോ. എന്നാ പിന്നെ മലയാളത്തിൽ തന്നെ നോക്കാൻ മേലെ. വെറുതെ മനുഷ്യനെ ചിറ്റിക്കുക. മലയാളത്തിലുള്ളതങ്ങ് അനുസരിക്കാൻ അതിന് പകരം പറയുക ഗ്രീക്കിൽ പോയിട്ട് വരാവും. അപ്പൊ പിന്നെ ഈ ജന്മത്തനുസരിക്കാൻ പറ്റുകയില്ല. ഒഴിഞ്ഞു മാറാനാണ് ഇതെല്ലാം പറയുന്നത്, അനുസരിക്കാനാണ് ഇത് ധാരാളം. അതുകൊണ്ട് ഈ പാട്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ഈ പാട്ടൊന്ന് പ്രാർത്ഥനയായിട്ടൊന്ന് പാടാവോ? പ്രൈസ് ദി ലോർഡ്. പിള്ളേർ സഹോദരന്മാർ മുമ്പോട്ടൊന്ന് പാടും. നമുക്കൊന്ന് എഴുന്നേറ്റ് അല്പം നിമിഷം അതൊന്ന് ആ വചനം ഒന്ന് പാട്ടാക്കട്ടെ. ആത്മാവ് നടത്തുന്ന പോലെ ഒരു അല്പം മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് സൂചിച്ച് ആരാധിക്കാം. അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനാൽ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനാ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നീ സ്വഭാവം പകരണമേ, ദൈവ തേജസ്സാരത്തെ നിറയ്ക്കണമേ. എന്നിൽ നീ സ്വഭാവം പകരണമേ, ദൈവ തേജസ്സാരത്തെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാൽ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനാൽ. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മനായക നിരന്തരമാത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാൽ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, തീർന്നേടണമേ പ്രിയനേ. തിരുനാമം ഉയർത്തിടട്ടെ, എല്ലാം